ഞങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന കാന്താരിയാണ്. കാന്താരി മുളകൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ ഞങ്ങളുടെ തെങ്ങ്, അത് വാഴ, ഇതൊരു ചേമ്പാണ്, കറി വെക്കുന്ന ഒരു തരം ചേമ്പാണിത്. ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാകാറില്ല, ഇല മാത്രമേ ഉള്ളൂ. ഈ ഇലയും തണ്ടെല്ലാം കൂടെ കൂട്ടി നമുക്ക് തോരൻ വെക്കാം. ഇത് കോവലാണ്. കോവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ചെറുതായിട്ട്, പറഞ്ഞും പോകുന്നു. ഞങ്ങളുടെ പ്ലാവിലെ ചക്ക ഉണ്ടായി വരുന്നേ ഉള്ളൂ, ഇപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ. ഇമാതിരി ചക്കയൊക്കെ പിടിച്ചിട്ടുണ്ട്, കുറച്ച് ചക്കയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഫ്രഷായ കറിവേപ്പിലയാണ്, നല്ല മുഴുത്ത കറിവേപ്പിലയാണ്, നല്ല ഫ്രഷായിട്ടിരിക്കുന്ന കറിവേപ്പിലയാണ്. കറ്റാർ വാഴ. നിങ്ങൾ ഈ കപ്പളത്തിന് എന്താണ് പറയുന്നത്? ഇതിൽ കായ ഉണ്ടാവില്ല. ഇതാണ് നല്ല കപ്പളത്തെ നിറച്ചും കപ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗിയും കൂടെ കാണാം. ചെറിയ മലകളും മരങ്ങളും പച്ച പിടിച്ചിരിക്കുന്ന ചെറിയ കാടുകളൊക്കെ കാണാം. വലിയൊരു തൊട്ടാവാടി മുള്ളാണിത്, പടർന്ന് പന്തലിച്ച് കിടക്കുക. വലിയൊരു തൊട്ടാവാടിയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു ചീരയുണ്ട്. ഇതൊരു സൈസ് പാവലാണ്. പാവലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇതുകൊണ്ട് ചെറിയ ചെറിയ കായ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് പഴുത്തതാണ്, നമുക്ക് തോരൻ വെക്കാം. ഇത് നല്ല പാവയ്ക്കയാണ്, നിറച്ചുണ്ടായിട്ടുണ്ട്. ഈ പാവലിൽ നിന്ന് പറിച്ച പാവയ്ക്കയാണ് കേട്ടോ. കുറേ പാവയ്ക്ക കിട്ടി. ഇത് നമ്മൾ സാധാ പാവയ്ക്ക കറി വെക്കുന്ന പോലെ തന്നെയാണ് ഇതും കറി വെക്കുന്നത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചുമന്നുള്ളിയും കാന്താരി മുളകും തേങ്ങായും എല്ലാം ചിരണ്ടിയിട്ട് കറിവേപ്പിലയെല്ലാം ഉപ്പും എല്ലാം ചേർത്ത് സാധാ ഇത് പാവയ്ക്ക വെക്കുന്ന പോലെയാണ് നമ്മൾ വെക്കുന്നത്. അത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, നല്ല ഗുണമുള്ള സാധനമാണ്. ഇത്രയും പാവയ്ക്ക കിട്ടി ആ പാവലിൽ നിന്ന്. ഇത്രയും പാവയ്ക്കയുണ്ട്, നല്ല ഗുണമുള്ള സാധനമാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ പാവയ്ക്കയ്ക്ക് എന്താ പറയുന്നത്? കാട്ടുപാവയ്ക്ക എന്നൊക്കെ ഇപ്പോൾ ചിലർ പറയുന്നേക്കാം. പക്ഷെ ഇത് ചിലരൊക്കെ പച്ചയ്ക്ക് തിന്നുന്ന കാണാം.